വാട്സപ്പിലെ രഹസ്യ ചാറ്റുകളൊക്കെ ഉണ്ടാവില്ല, അതെങ്ങനെയാണ് കാണാന്നുള്ളതും അത് നമുക്ക് എങ്ങനെയാണ് ഒളിപ്പിച്ചു വെക്കുക എന്നുള്ളതും അത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് എങ്ങനെയാണ് തിരിച്ചെടുക്കുക എന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. വാട്സപ്പിൽ പലരുടെയും രഹസ്യമായിട്ടുള്ള ചാറ്റുകളൊക്കെ ഉണ്ടാവും അല്ലേ. ഞാനത് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. ഞാൻ എന്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത സമയത്ത് നമുക്ക് സാധാരണ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഫോട്ടോസ്, വീഡിയോസ്, കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തരാറുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ ഒരു ഫ്രണ്ടുമായിട്ടുള്ള ഒരു ചാറ്റ്, അതിലുള്ള ഒരു ഓഡിയോ ക്ലിപ്പാണ് വരുന്നത്. ഞാൻ ഇവിടെ ലൈവായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പം ഏറ്റവും മുകളിൽ ഈ ഒരു ഫ്രണ്ടിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതെനിക്ക് വളരെ രഹസ്യമാക്കി എനിക്ക് എടുത്തു വെക്കണം, നാളെ എന്തെങ്കിലും ഒരു ആവശ്യം വരും അല്ലേ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആ ഓഡിയോ ക്ലിപ്പിന്റെ മുകളിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്യാം. ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും മുകളിൽ ആ 3 ഡോട്ട്സ് ഉണ്ടല്ലോ, അപ്പൊ ഇങ്ങനെയുള്ള രഹസ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ രീതിയിൽ ഒളിപ്പിക്കാൻ പറ്റും. അതായത് ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഷെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഷെയർ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ നമുക്ക് ഇങ്ങനെയുള്ള ഇന്റർഫേസിലേക്കാണ് പോകുന്നത്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രൈവ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മുടെ രഹസ്യങ്ങളൊക്കെ മറ്റാരെങ്കിലും ഫോൺ തുറന്നു നോക്കിയാൽ ചിലപ്പോൾ കാണാൻ സാധിക്കും. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡ്രൈവിലേക്ക് മാറ്റി കഴിഞ്ഞാൽ മറ്റാർക്കും കാണാൻ സാധിക്കില്ല. മാത്രമല്ല നമ്മുടെ വാട്സപ്പ് ഒക്കെ ഡിലീറ്റ് ആയി പോയാൽ പോലും നമുക്ക് ഈ ഗൂഗിൾ ഡ്രൈവിലേക്ക് വരും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ആ ഫയൽ നെയിം ഉണ്ട്, അത് നമ്മളൊന്ന് അവിടെ നിന്ന് ഇൻറ്റു മാർക്കിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പുതിയൊരു പേര് അവിടെ കൊടുക്കുന്നത് നല്ലതാണ്. കാരണം മറ്റുള്ള ചാറ്റുകളുടെ ഇടയിൽ നമുക്കൊരു ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ സീക്രട്ട് ചാറ്റ് എന്നുള്ള ഒരു പേര് കൊടുത്തു. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സെറ്റിംഗ്സ് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മൈ ഡ്രൈവിലാണ് പോകുന്നത്, ഗൂഗിൾ മൈ ഡ്രൈവിലേക്കാണ്. അതിന് തൊട്ട് താഴെ ഇമെയിൽ ID ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന 4-5 ഇമെയിൽ IDകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഏത് ഇമെയിൽ IDയിലാണെന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മ വേണം. എങ്കിലും പിറ്റേന്ന് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. ആ ഇമെയിൽ ID കൂടി കൊടുത്തതിന് ശേഷം മുകളിൽ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ ഗൂഗിൾ ഡ്രൈവിലേക്ക് സേവ് ആവും. ഇനി നമുക്ക് ഗൂഗിൾ ഡ്രൈവ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും എവിടെയാണ് ഇത് പോയി നിൽക്കുന്നത് എന്നുള്ളത്. ഇവിടെ കണ്ടില്ലേ, ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്തു, ഇവിടെ കണ്ടില്ലേ അത് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്, എല്ലാവരും ചെയ്തു നോക്കും.